1899 നവംബർ 6 എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിൽ തോട്ടം കുടുംബത്തിൽ ആനന്ദത്തിന്റെ അലയൊലികൾ പെയ്തിറങ്ങിയ പുണ്യദിനം. പ്രാർത്ഥിച്ചും നോമ്പുനൂറ്റും കാത്തിരുന്ന് തങ്ങളുടെ ദാമ്പത്യവല്ലരിയിൽ വിരിഞ്ഞ സ്നേഹപുഷ്പത്തെ ആ മാതാപിതാക്കൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. തങ്ങളുടെ കുഞ്ഞിൽ തെളിഞ്ഞു നിന്നിരുന്ന ആത്മീയ ചൈതന്യം ഏവരെയും സന്തോഷചിത്തരാക്കി. മേരി ജോൺ തോട്ടം എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കുഞ്ഞുമേരി ചെറുപ്പത്തിൽ തന്നെ ഈശോയുമായി ഒരു പ്രത്യേക ആത്മബന്ധം പുലർത്തിയിരുന്നു. ആ സ്നേഹബന്ധം വളർന്നു പന്തലിച്ചത് അവന്റെ ദിവ്യമണവാട്ടി പദത്തിലേക്കായിരുന്നു. 1928 ജൂലൈ 16 കാർമൽ ബനിഗയിൽ ഒരു വെള്ളി നക്ഷത്രമായി അവൾ ജന്മമെടുത്തു. സിസ്റ്റർ മേരി ബെനിഞ്ഞ. അതെ, കാലം മറക്കാത്ത കവയിത്രി. ഹൃദയത്തിന്റെ ഭാവവൈവിധ്യങ്ങൾക്ക് തൂലികത്തുമ്പിനാൽ നിറമേകി അതിൽ ദൈവസ്നേഹത്തിന്റെയും കരുതലിന്റെയും എണ്ണ നിറച്ച് അനേകം മനസ്സുകളിൽ ആശ്വാസമായി, അത്ഭുതമായി, അറിവായി നിറസാന്നിധ്യമേകിയവൾ സിസ്റ്റർ മേരി ബെനിഞ്ഞ. മഹാകവയിത്രി സിസ്റ്റർ മേരി ബെനിഞ്ഞയുടെ 30 വെള്ളിക്കാശ് എന്ന മനോഹരവും ഹൃദയസ്പർശിയുമായ കവിതയുടെ ദൃശ്യാവിഷ്കരണത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. 30 വെള്ളിക്കാശിനു വേണ്ടി തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനോടുള്ള പരിഭവവും തന്റെ പ്രാണപ്രിയനെ ഓർത്തുള്ള വേദനയുമാണ് ഈ കവിതയുടെ പ്രമേയം. നമ്മെ വീണ്ടും രക്ഷിക്കാൻ സ്വയം ബലിയായി തീർന്ന യേശുനാഥന്റെ തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ഈ സുന്ദരമായ കവിതയിലൂടെ നമ്മുടെ ഏവരുടെയും ഹൃദയത്തെ തൊട്ടുണർത്തിയ സിസ്റ്റർ മേരി ബെനിഞ്ഞയുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ സ്നേഹപ്രണാമമർപ്പിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു 30 വെള്ളിക്കാശ്. പറഞ്ഞുറച്ചിരുന്ന വെള്ളി നാണയങ്ങൾ 30 കുറഞ്ഞിടാതെ കയ്യിൽ വന്നു കശ്മലൻ കൃതാർത്ഥനായി. തുറന്ന കണ്ണു പിന്നെയും മിഴിച്ചു നാണയങ്ങളെ പെറുക്കി വെച്ചു. നോക്കി നോക്കി നിന്നു പോയി ദുരാഗ്രഹി. കിലുക്കി നോക്കി നാണയങ്ങൾ ഘാതകന്റെ കാതില. കിലുക്കമേറ്റമിമ്പമാർന്ന ഗീതമായി പതിച്ചിതോ. ഖലപ്രവീര നീ പദങ്ങളൂന്നി നിന്നിടുന്നു. ഭൂതലം പിളർന്നു നിന്നെ ആ വിഴുങ്ങിടാത്തതദ്ഭുതം. നിനക്ക് നീ ഇതെങ്ങു നിന്നു കിട്ടി. നിൻ വിയർപ്പിനാൽ നനഞ്ഞ നേട്ടമല്ല നാം അറിഞ്ഞിടുന്നു വാസ്തവം. വഹിച്ചിടുന്ന നിൻ കരങ്ങൾ വെന്തു വെന്തു നീറിടാൻ ദഹിച്ചിടാൻ സുശക്തമാം കനൽ കണങ്ങളാണവ. ഗ്രഹിച്ചിടാത്തതെന്തു നീ അതിൻ്റെ ചൂട്. ഗ്രഹിച്ചിടാത്തതെന്തു നീ അതിൻ്റെ ചൂട്. കാരണം രഹസ്യമല്ല ഹൃത്തിൽ നീ ധനാശയാൽ പ്രമത്തനാ. കുടിച്ചു മത്തനായവൻ മറിഞ്ഞു വീണു ചേറ്റിലും കിടന്നു പോകുമൽപ്പവും സുബോധമറ്റു കശ്മലൻ. കിടച്ച കാശു 30 കിടച്ച കാശു 30 ജഗത്രയം ലഭിക്കിലും പടച്ചവന് തക്ക മൂല്യമാകുമോ നരാധമാ. ജഗത്രയം ലഭിക്കിലും പടച്ചവന് തക്ക മൂല്യമാകുമോ നരാധമാ.
കൊടുക്കുമോ വളർത്തിടും മൃഗത്തെ വിലക്കൊരാൾ? നടുങ്ങിടും പ്രപഞ്ചമാകെ ഈ പണം കിലുക്കുകിൽ. ഇരുട്ടിനുള്ളിലേക്കു നീ മറഞ്ഞു പോകയോ? നിനക്കിരുട്ടു തന്നെ നിത്യമെന്നു നീയറിഞ്ഞിടുന്നുവോ? കരത്തിലുള്ള നാണയങ്ങൾ നാശഹേതുകങ്ങളാണൊരിക്കലും ഭവിക്കയില്ല ഭാഗ്യദായകങ്ങളാ. അവന്റെ സഞ്ചിയിൽ കിടന്നു നാണയങ്ങളപ്പോഴും രവങ്ങളാലുരയ്ക്കയാണ്. നാശമേ വിനാശമേ, ഇടത്തു ഘോരപാതകം, വലത്തു പുണ്യസാഗരം, കടഞ്ഞെടുത്ത മാർദ്ദവം തികഞ്ഞ വെണ്ണ പാവനം. അടുത്തിടുന്നു രണ്ടു ഭിന്ന ശക്തികൾ ഭയങ്കരം, തിടുക്കമാർന്നിടുന്നു കൂട്ടിമുട്ടുവാൻ പരസ്പരം. ഇടത്തു ഘോരപാതകം, വലത്തു പുണ്യസാഗരം, കടഞ്ഞെടുത്ത മാർദ്ദവം തികഞ്ഞ വെണ്ണ പാവനം. ഞാനാണു നിങ്ങൾ തിരയുന്നവനെന്നു ചൊന്നോരാനന്ദരൂപനുടെ ശബ്ദമിടിക്കു തുല്യം. സേനാവലിക്കു ഭയഹേതുകമായി ഞെട്ടി താനേ മറിഞ്ഞു പിറകോട്ടവർ വീണുപോയി. കാരുണ്യസാഗര വിനിർഗത മന്ദവാതം നേരിട്ടു വീശി. ഭടർ തൽക്ഷണമങ്ങെണീറ്റു ആരംഭമായി വലുതായൊരു നാടകത്തിനാരാണിതൊക്കെ അറിയുന്നു ദിവ്യനാഥ. ആരംഭമായി വലുതായൊരു നാടകത്തിനാരാണിതൊക്കെ അറിയുന്നു ദിവ്യനാഥ.